ഫ്ലൈവേഡിന്റെ ഇത് വളരെ അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും ഒരു നമസ്കാരം, ഡാനിയലാണ് ഫ്ലൈവേഡ് മൈഗ്രേഷൻ ലീഗൽ സർവീസസ് നിന്ന്. ഈ ആഴ്ച തന്നെ ഞാൻ പല ഒക്യുപ്പേഷൻസിന് ഇൻവിറ്റേഷൻ കിട്ടുന്നതും വിസ ഗ്രാന്റ് കിട്ടുന്നതും നിങ്ങളെ ലൈവായിട്ട് ഫോണിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ വിസ ഗ്രാന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫാർമസിനെ വിളിക്കാം നമുക്ക്. ഹലോ, ഹായ് ജിസ്ന, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിന്നിപ്പോ വിസ ഗ്രാന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഫ്ലൈവേൾഡുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്, ഫ്ലൈവേൾഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആളുകളോട് എന്ന് അറിയാനായിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ പറഞ്ഞത് രണ്ട് ഫ്രണ്ട്സ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇത് നാട്ടിലുള്ളത് ഇവിടെയുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ. എനിക്കൊരു ഇത് കാരണം ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ എന്നത്തേക്ക് ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്? അത് ഡിസൈഡ് ചെയ്തിട്ടില്ല. എനിക്ക് വേറെ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്. രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. നോക്കണം. 1 year ടൈം ഉണ്ടല്ലോ. ഇപ്പോ മെൽബൺ വിക്ടോറിയയിലല്ലേ കിട്ടിയേക്കുന്ന ഇൻവിറ്റേഷൻ? ഇതിലും വലിയൊരു സ്ഥലത്തേക്ക് ഓസ്ട്രേലിയക്ക് ഇൻവിറ്റേഷൻ കിട്ടാനുണ്ടോ? നമുക്ക് ചില സമയത്ത് പ്രയോറിറ്റി ഡിപ്പെൻഡ് ആവില്ല. ഈ ഫ്ലൈവേഡിന്റെ ഇത് വളരെ അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും ഒരു നമുക്ക് ശ്രീജിത്ത്, നമ്മുടെ ശ്രീജിത്ത് സാർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സാധനം. എനിക്ക് ഭയങ്കര എപ്പോ വിളിച്ചാലും അല്ലെങ്കിൽ ഞാൻ എന്ത് മെസ്സേജ് അയച്ചാലും എല്ലാത്തിനും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫ്ലൈവേൾഡിലോട്ട് റെക്കമെൻഡ് ചെയ്യുന്നതിന് നിങ്ങൾ എത്ര ശതമാനം കോൺഫിഡന്റ് ആണ്? ഞാൻ ചെയ്ത് കഴിഞ്ഞു. അറിയാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് ഞാൻ എല്ലാവരും പറയാൻ എനിക്ക് ഞാൻ പറയില്ലേ പക്ഷെ എനിക്ക് ഏറ്റവും കംഫർട്ട് ഞാൻ എനിക്ക് ചെയ്ത് നന്നായി ചെയ്തെന്നുള്ളത് നിങ്ങളുടെ ഫ്ലൈവേൾഡ് തന്നെയാണ്. അങ്ങനെ നിങ്ങളോട് പറഞ്ഞു കൊടുത്തായിരുന്നു. അറിയുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ എങ്ങനെ ഇങ്ങനെ വരില്ല. ഇത് സോ എത്ര പെട്ടെന്ന് കിട്ടി എന്നുള്ളതിലല്ല, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. വിസ ആയിക്കോട്ടെ, ഇൻവിറ്റേഷൻസ് ആയിക്കോട്ടെ, നമുക്ക് ഞാൻ ആളുകളോട് താങ്ക് യു സോ മച്ച്. ഞാൻ ആളുകളോട് എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമുക്ക് എത്ര പെട്ടെന്ന് 4 മാസത്തിലോ 6 മാസത്തിലോ 8 മാസത്തിലോ അങ്ങനെയല്ല, നമ്മളൊരു സർവീസസിലേക്ക് വന്നു കഴിഞ്ഞാൽ 100% നിങ്ങൾ PR കിട്ടുന്നത് വരെ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ഓസ്ട്രേലിയക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അത് 100% ചെയ്തു തരാനായിട്ട് ഫ്ലൈവേൾഡിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഫസ്റ്റ് അതിനൊക്കെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ എനിക്കിത് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം ഇൻവിറ്റേഷൻ ചെയ്യാൻ തരാം. അതിനുശേഷം സ്പീച്ചസ് എനിക്ക് ഈച്ചായിട്ട് ഫോം വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് എല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. പൊതുവെ നമുക്ക് ഇവിടെ ഒരു വിശ്വസിച്ച് നമ്മളെല്ലാം ഡോക്യുമെന്റ്സ് പാടാണ്. പക്ഷെ നമുക്ക് ക്ലിയർ ആയും എല്ലാം പറഞ്ഞു തരുമ്പോ കുറച്ചുകൂടി ഈസി ആയിരുന്നു ചെയ്യാൻ. താങ്ക് യു ജിസ്ന. ഇങ്ങനെ ഒരു റിവ്യൂ ഫ്ലൈവേൾഡിനെ കുറിച്ച് പറഞ്ഞതിനും ഫ്ലൈവേൾഡിനെ ആളുകളിലേക്ക് റെഫർ ചെയ്തതിനും ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തതിനും വൺസ് അഗൈൻ താങ്ക് യു ഫ്രം മൈ സൈഡ്. ആൻഡ് വി വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ ചെന്ന് നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് നിങ്ങൾക്കും കുടുംബത്തിനും സാധിക്കട്ടെ. അതിന് ഒരു വഴികാട്ടിയായി നിൽക്കാനായിട്ട് ഫ്ലൈവേൾഡിന് സാധിച്ചതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, കീപ് ഇൻ ടച്ച്. ബൈ. സോ നിങ്ങളും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഫാർമസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഫാർമസിസ്റ്റിന് ഓസ്ട്രേലിയയിലുള്ളത്. ഇവർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് വിക്ടോറിയയിലേക്കാണ്. ഇൻവിറ്റേഷൻ അല്ല, വിസ ഗ്രാന്റ് ആയിരിക്കുന്നത് വിക്ടോറിയയിലേക്കാണ് ഗ്രാന്റ് ആയിരിക്കുന്നത്. സോ ഉടൻ തന്നെ ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ലീഗൽ സർവീസസിനെ കോൺടാക്ട് ചെയ്തോളൂ. ഒരു ഫാർമസിസ്റ്റ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ PR കിട്ടുന്നത് വരെ നിങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഓസ്ട്രേലിയയിൽ എത്തിക്കാനായിട്ട് ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ലീഗൽ സർവീസസിന് സാധിക്കും. താങ്ക് യു. ഡാനിയലാണ് ഫ്ലൈവേൾഡ്.